ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിനി MBA കോഴ്സിൻ്റെ 4th എപ്പിസോഡാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ സംരംഭക സാധ്യതാ മേഖലകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മിനി MBA കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐകാർഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളിൽ അധികവും ഭക്ഷ്യ സംസ്കരണം, എഞ്ചിനീയറിംഗ്, റബ്ബർ, റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണം, ആയുർവേദം, IT, സേവന സംരംഭങ്ങൾ മുതലായ മേഖലകളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ നിലവാരമുള്ള മാനവ വിഭവശേഷിയുടെ ലഭ്യതയും കേരളത്തിൽ പുതുതലമുറ നൂതന സംരംഭങ്ങൾ ധാരാളം ആരംഭിക്കാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നു. കേരളത്തിലെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതായ വിവിധ സംരംഭക പ്രോത്സാഹന പദ്ധതികളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്നത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഓരോ ജില്ലകൾക്കും സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു ജില്ല ഒരു ഉൽപ്പന്നം, അതായത് 1 district 1 product ODOP എന്ന് പറയും. ODOP എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സബ്സിഡിയും നൽകി വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ചെറുകിട വ്യവസായ മേഖല വലിയ സംഭാവനയാണ് നൽകി വരുന്നത്. വ്യാവസായികമായി മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ജില്ലയ്ക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. ജില്ലയിൽ വ്യവസായത്തിനും വ്യാപാരത്തിനും അനുബന്ധ തൊഴിലുകൾക്കുമാണ് തൃശ്ശൂരിലെ ആഭരണ നിർമ്മാണം, ചൊവ്വൂരിലെ ഫർണിച്ചർ നിർമ്മാണം, പാരമ്പര്യ വസ്ത്രനിർമ്മാണത്തിന് ഭൗമസൂചിക പദവി ലഭിച്ച കുത്താമ്പള്ളി കൈത്തറി, കുന്നംകുളത്തെ നോട്ട് പുസ്തക നിർമ്മാണം, പ്ലാസ്റ്റിക് അധിഷ്ഠിത സംരംഭങ്ങൾ, കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ എന്നിവ ജില്ലയിലെ പ്രധാന വ്യവസായങ്ങളാണ്. ഒരു ശക്തമായ വ്യവസായ അടിത്തറ ജില്ലയിൽ ഉണ്ടാകുന്നതിന് കാരണം കേരളത്തിൻ്റെ കൃഷിയും പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളുമാണ്. ജില്ലയിൽ ഗണ്യമായ മത്സ്യ വന വിഭവ ശേഖരമുണ്ട്. ഇത്തരം അസംസ്കൃത വസ്തുക്കൾ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാവുന്നതാണ്. കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വ്യവസായം ജില്ലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മത്സ്യമാംസം, നാളികേരം, ചക്ക, ഏത്തപ്പഴം, മരച്ചീനി എന്നിവയുടെ സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പാദനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ ജില്ലയിലുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളായ IT, ബയോടെക്നോളജി, നാനോ ടെക്നോളജി എന്നിവയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ സംരംഭങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും. അടിസ്ഥാന സൗകര്യം: നാഷണൽ ഹൈവേ, മികച്ച മറ്റു റോഡുകൾ, പൊതുഗതാഗതം, റെയിൽവേ കണക്ടിവിറ്റി, ഉൾനാടൻ ജലഗതാഗതം മുതലായവ തൃശ്ശൂർ ജില്ലയിൽ വ്യവസായ അനുകൂല ഘടകങ്ങളാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത്. നെല്ല്, മരച്ചീനി, വാഴപ്പഴം, നാളികേരം, പച്ചക്കറി തുടങ്ങിയ വിളകൾ, കന്നുകാലി വളർത്തൽ, കടൽ വിഭവങ്ങൾ എന്നിവ ധാരാളമായുള്ള ജില്ലയായതിനാൽ ഇത്തരം വിഭവങ്ങൾ അസംസ്കൃത വസ്തുക്കളായ സംരംഭങ്ങൾക്ക് സാധ്യത വളരെയധികമാണ്. മരത്തടി, മറ്റു വനവിഭവങ്ങൾ സുലഭമായതിനാൽ ഈ മേഖലയിൽ സംരംഭക സാധ്യത ഏറെയാണ്. ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ പരിശീലന സ്ഥാപനങ്ങൾ പരിചയപ്പെടാം. അതിലാദ്യത്തേത് മിനി ഇൻക്യുബേഷൻ സെന്റർ ജില്ലാ വ്യവസായ കേന്ദ്രം തൃശ്ശൂരാണ്. MSMEDI അയ്യന്തോൾ, അതുപോലെ RSEDI വില്ലടം, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, കെയർ കേരളം ലിമിറ്റഡ് കൊരട്ടി, ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണാറ, കാഷ്യൂ റിസർച്ച് സെന്റർ മാടക്കത്തറ, വെറ്റിനറി യൂണിവേഴ്സിറ്റി മണ്ണുത്തി, കില മുളകുന്നത്തുകാവ്, പഞ്ചകർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തി, ജൻ ശിക്ഷൻ സംസ്ഥാൻ കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കിഡ്സ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരുള്ള സ്ഥാപനം. ഇതൊക്കെ നിങ്ങൾക്ക് പരിശീലന കേന്ദ്രങ്ങളായിട്ട് ലഭ്യമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും ട്രെയിനിങ്ങുകൾക്കും എല്ലാം ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറച്ചെണ്ണം പരിചയപ്പെടാനാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് അത്താണി, സീതാറാം ടെക്സ്റ്റൈൽസ് പൂങ്കുന്നം, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഓഫ് കേരള ഔഷധി കുട്ടനെല്ലൂർ, കാർബറാണ്ടം യൂണിവേഴ്സിറ്റി കൊരട്ടി, അപ്പോളോ ടയേഴ്സ് പേരാമ്പ്ര, സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രീസ് ഫോർജിങ്സ് ലിമിറ്റഡ് അത്താണി, തൃശ്ശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ വടക്കാഞ്ചേരി, നീറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് കൊരട്ടി, കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ലിമിറ്റഡ് ഇരിങ്ങാലക്കുട, കേരള ലക്ഷ്മി മിൽ പുല്ലഴി, അളഗപ്പ ടെക്സ്റ്റൈൽസ് ആമ്പല്ലൂർ, കേരള ഫീഡ്സ് ലിമിറ്റഡ് കല്ലേറ്റുങ്കര,
മാള കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ പുത്തൻചിറ. അപ്പോൾ ഇതും പരിശീലന സ്ഥാപനങ്ങളാണ്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി തൃശ്ശൂർ ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജില്ലയിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി 754 ബ്രാഞ്ചുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ പഞ്ചായത്തുകളിലും 225 പ്രാഥമിക സഹകരണ ബാങ്കുകളും പ്രവർത്തിച്ചു വരുന്നു. ഇനി തൃശ്ശൂർ ജില്ലയിലെ സംരംഭ സാധ്യതകളുള്ള ഉൽപാദന മേഖലയിലുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തേതാണ് ഭക്ഷ്യ സംസ്കരണം, പപ്പടം, ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഐസ് പ്ലാന്റ്, വസ്ത്രനിർമ്മാണം, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകൾ, ലൈറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ, മെഷീനറി ഇൻഫ്രാസ്ട്രക്ചറിംഗ് യൂണിറ്റുകൾ എന്നിവ പോലെയുള്ളത്, മരാധിഷ്ഠിത വ്യവസായം, ആയുർവേദ മരുന്ന് നിർമ്മാണം, പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ്, പ്രിന്റിംഗ്, കൈത്തറി ഉൽപ്പന്നങ്ങൾ, സ്വർണ്ണ വജ്ര ആഭരണ വ്യവസായം, മരാധിഷ്ഠിതമായിട്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, രാമശം ഉൽപ്പന്നങ്ങൾ, തഴപ്പായ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഫാബ്രിക്കേഷൻ ഐറ്റംസ്, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് ഇൻറ്റീരിയർ ഡിസൈൻ, റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ടയർ റീട്രേഡിംഗ് യൂണിറ്റുകൾ, കുപ്പിവെള്ളം അല്ലെങ്കിൽ സോഡ നിർമ്മാണ യൂണിറ്റുകൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തേൻ ഉൽപ്പന്നങ്ങൾ, അതുപോലെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റുകൾ. ഇതൊക്കെ നിലവിൽ സാധ്യതകളുള്ള ഉൽപ്പാദന മേഖലയിൽപ്പെട്ട ഐഡിയാസ് ആണ്. ഇനി സേവന മേഖലയിൽ സാധ്യതകളുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ, അതുപോലെ തന്നെ ടൂറിസം, DTP, ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ, മൊബൈൽ ഫോൺ സർവീസ് സെൻറ്ററുകൾ, ബ്യൂട്ടി പാർലറുകൾ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ, കമ്പ്യൂട്ടർ സർവീസസും വിൽപ്പനയും, അതുപോലെ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, റീപാക്കിംഗ് യൂണിറ്റുകൾ, ആയുർവേദ റിസോർട്ട്, ഇൻഷുറൻസ് ഏജൻസീസ്, അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസ് ഒക്കെ നിലവിൽ സ്കോപ്പുള്ള മേഖലകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.